ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്നിവിടെ ഒരു നൂഡിൽസിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ യിപ്പിയാണ് ഞാനിന്ന് നൂഡിൽസ് ഉണ്ടാക്കാൻ പോകുന്നത്. യിപ്പി നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് വലിയുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, പിന്നെ ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് ആവശ്യം. പിന്നെ യിപ്പി, അത് പിന്നെ പറയണ്ടല്ലോ. ആദ്യം സ്റ്റവ് ഓണാക്കി, പിന്നെ ആവശ്യത്തിന് എണ്ണ. അത് ഞാനിവളുടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, ഗോൾഡ് വിന്നറിൻ്റെ സൺഫ്ലവർ ഓയിൽ. ഓക്കെ, അത് കഴിഞ്ഞ് ലേശം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകും കറിവേപ്പില ഒന്ന് പൊട്ടി ഒന്ന് മൂപ്പായി വരണം. പിന്നെ നമുക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഉള്ളി ഒന്ന് മൂത്ത് വരണം. അപ്പോൾ അതിനായി നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ വഴറ്റാനുള്ള ഉള്ളി ഒന്ന് മൂപ്പാവാനുള്ള ഉപ്പേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വൃത്തിയായി വഴറ്റി നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ തക്കാളി ഒന്ന് നന്നായി ഒന്ന് വെന്ത് വരും, ഉടഞ്ഞു വരും. എല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ, അപ്പോൾ നമുക്ക് ലേശം കളറ് കിട്ടും, അത്ര എരിവും ഉണ്ടാവില്ല, മോന് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ, നല്ല ജീരകം. എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. കണ്ടോ, തക്കാളി എല്ലാം നന്നായി ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ലേശം മഞ്ഞൾപ്പൊടി, ലേശം മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഓക്കെ, ഇതെല്ലാം ഒന്ന് പച്ചമണം പോയി കിട്ടിയാൽ നമുക്ക് യിപ്പി മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 2 എണ്ണത്തിൻ്റെ പാക്കറ്റ് ആയതുകൊണ്ട് 2 പാക്കറ്റ് മസാലയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കതൊന്ന് ചേർത്ത് വഴറ്റിയെടുക്കാം. നല്ല മണം വരുന്നുണ്ടെന്നാണ് പറയണത്. എവിടെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട്
കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കധികം ടൈം എടുക്കില്ല, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണ്, ലേശം കൂടി, ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. ഓക്കെ, കണ്ടോ, കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തത്. അത് കാരണം നോക്കൂ എന്തൊരു റെഡ് കളറാണ് നോക്കൂ, കണ്ടോ. പക്ഷേ എരിവ് അത്ര ഉണ്ടാവില്ല, അതാ കാര്യം. ഓക്കെ, തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് പൊടിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ നൂഡിൽസ് നല്ല നീളത്തിൽ കിട്ടും. പൊട്ടിച്ചിട്ടാൽ കുഞ്ഞു കുഞ്ഞു നൂഡിൽസ് ആവില്ലേ. ഓക്കെ, നമുക്ക് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. സിമ്മിലിട്ടൊന്ന് അടച്ച് കഴിഞ്ഞാൽ നന്നായി വെന്ത് കിട്ടും. പിന്നെ സൂപ്പി നൂഡിൽസ് വേണം എന്നുള്ള ആൾക്കാർ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഒന്നും കൂടി കുറുകിക്കൊണ്ട്. ഞാനിവിടെ ഡ്രൈ പോലെയാണ്. ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ആ മുട്ട ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് മുട്ട ഒഴിച്ചു കഴിഞ്ഞാൽ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നോക്കൂ, കറക്റ്റായിട്ടുണ്ട് കണ്ടോ. ഒന്നും അടിയൊന്നും പിടിച്ചിട്ടില്ല, നല്ല വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കണ്ടോ. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നൂഡിൽസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടാളും ടേസ്റ്റ് ചെയ്യാൻ പോവാ. കുഞ്ഞാ, എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാണെന്നാ പറയുന്നത്. കണ്ടോ നമ്മുടെ നൂഡിൽസ് കണ്ടോ, സൂപ്പറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി നൂഡിൽസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം ഞങ്ങളിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.